പ്രസിഡന്റിനോട് സംസാരിച്ചു. നമ്മൾ പൂർണ്ണമായും സംരക്ഷിക്കാമെന്ന് ഉറപ്പ് വന്നിട്ട് അതും എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ കണക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഇതാക്കി മുഴുവൻ സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ച് കണക്ക് കൊടുത്തു. എത്ര രൂപയുടെ ബാധ്യത കണക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കത് നിങ്ങൾക്ക് എത്രത്തോളം ഒരു സമാധാനം ഉണ്ടോ? സമാധാനമുണ്ട്. എത്രയും പെട്ടെന്ന് ഉറപ്പ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും കുറച്ച് കോൺഗ്രസ്സുകാർ നമ്മളെ ഭയങ്കരമായിട്ട് ഓൺലൈനിലൊക്കെ ഞങ്ങൾ വീണ്ടും കുടുംബ പ്രശ്നമാണെന്ന് അപകീർത്തി തെറ്റുന്ന വിധത്തിൽ ഭയങ്കരമായിട്ട് ഓരോ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരെ പേര് ഞങ്ങളൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കെതിരെ ആക്ഷൻ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതെ 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 ആരാണ് ആക്ഷൻ എടുക്കാൻ കേസ് തരണം? അതെ, പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാധ്യത സംബന്ധിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പാർട്ടി ഏറ്റെടുക്കുന്നു. എത്രയും പെട്ടെന്ന് ചെയ്തുതരാൻ തന്നെയാണ് അവർ പറഞ്ഞത്. ഈ പാർട്ടിയിലെ ആരോപണവിധേയരായ നേതാക്കളെ അവർക്കെതിരെ നടപടിയല്ലോ ആവശ്യപ്പെട്ടത് കുടുംബം? അതിപ്പം ചെയ്തോണ്ടിരിക്കുകയാണല്ലോ, ഇപ്പം അവർക്കുള്ള ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ചോദ്യം ചെയ്യലിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? എൻ.ഡി. അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരെ എടുക്കുന്ന ഐ.സി. ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യാനായി പോകുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. പോലീസ് അവരുടെ അടുത്ത് എല്ലാ തെളിവുകളും ഉണ്ടാവും, അതിനനുസരിച്ച് അവരത് നോക്കട്ടെ. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല. അത് അന്ന് ഞങ്ങൾ കാണാൻ പോയ സമയത്ത് തന്നെ അദ്ദേഹത്തിന് സുഖമില്ലാണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കത്ത് വായിച്ചില്ലാന്നേ അദ്ദേഹം പറഞ്ഞു. അതെന്തെങ്കിലും കണ്ടോ? കത്ത് വായിച്ച് അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നല്ലോ. ഈ അന്നേ ഈ ആത്മഹത്യ ഈ കേസിൽ പ്രതികളായിട്ടുള്ളവർ അവർക്ക് ഈ പങ്കുള്ളവർക്കെതിരെ കുടുംബം ഒരു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടോ, അതോ ഈ കേസ് നോക്കിയിട്ടാണോ? പരാതി അവർ തന്നെ കൊടുത്ത പരാതിയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിൽ ഇപ്പോൾ ഈ സന്ദർശനത്തിന് നിങ്ങൾ തൃപ്തരാണോ? തൃപ്തരാണ്. അല്ല, അത് കുറേ പേരുണ്ട്. അത് ഇവിടെയുള്ള ആൾക്കാരാണ്? ബത്തേരിയാണോ അതോ പൊതുവെ സോഷ്യൽ മീഡിയയിൽ വരുന്ന? അല്ലല്ല, ബത്തേരിയാണ്. ബത്തേരി തന്നെയുള്ള ആൾക്കാർ. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് 3 ദിവസത്തിനെങ്കിലും കിട്ടും, അതിനുശേഷം നടപടി എന്നാണ് ഇപ്പോൾ അധ്യക്ഷൻ പറഞ്ഞത്. ഉചിതമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. അതെ, നടപടി ഉണ്ടാവണം, അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്ക് യു.